അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നോ കോസ്റ്റ് EMI കുറിച്ചാണ്. അപ്പോൾ നോ കോസ്റ്റ് EMI ആക്ച്വലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണോ, ആക്ച്വലി ബാങ്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കുന്നത്, നമുക്ക് എക്സ്ട്രാ ഹിഡൻ ചാർജുകൾ എന്തൊക്കെ വരുന്നുണ്ട്, അതോ ഹിഡൻ ചാർജ് ഉണ്ടോ, അതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ സെയിൽസും വരുന്നുണ്ട് ദീപാവലി അനുഭവിച്ചിട്ട്. ഇപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടം പോലെ ഓഫേഴ്സ്, നോ കോസ്റ്റ് EMI ഓഫേഴ്സും ക്രെഡിറ്റ് കാർഡിന് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആക്ച്വലി നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എടുക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണോ സംഭവം ആക്ച്വലി വരുന്നത്? നമുക്ക് എന്താ വെച്ചാൽ നോ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി ബാങ്ക് നമ്മുടെ എന്തൊക്കെ പിടിക്കുന്നുണ്ട്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മോസ്റ്റ്ലി എല്ലാവരും നമ്മൾ നോ കോസ്റ്റ് EMI എടുക്കുന്ന ആൾക്കാരാണ്. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടും ബജാജ് EMI കാർഡ് വെച്ചിട്ടും ഒക്കെ നമ്മൾ നോ കോസ്റ്റ് EMI എടുക്കുന്നതാണ്, നമ്മുടെ പ്രൊഡക്ട്സ് ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൽ വെച്ച് നമ്മൾ ആമസോണിൽ തുടങ്ങിയിരുന്നു, ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയം എന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും റിപ്ലൈ കൊടുക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ എല്ലാത്തിനും ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വേർഡിൻ്റെ കാര്യം പറയണേ, നോ കോസ്റ്റ് EMI. നോ കോസ്റ്റ് EMI എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് ഈ EMIയിൽ നമുക്ക് സാധനം വാങ്ങിക്കാം. അതായത് ഓരോ മാസത്തിലും ഇക്വേറ്റഡ് ആയിട്ടുള്ളൊരു എമൗണ്ട്, അതായത് ഈക്വൽ ആയിട്ടുള്ളൊരു എമൗണ്ട് നമുക്ക് ഓരോ മാസത്തിലും പേ ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം, അതും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട്. അപ്പോൾ EMI നോ കോസ്റ്റ് EMI എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി എല്ലാവരും ചാടി വീഴുന്ന ഒരു സംഭവമാണ്. ആക്ച്വലി ഇപ്പോൾ കുറേ പേർക്കുള്ള സംശയമായിരിക്കും, ഇത് ഈ നോ കോസ്റ്റ് EMI വെച്ചിട്ട് ബാങ്കുകൾ എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്, ബജാജ് കാർഡ് കൊടുക്കുന്ന ആൾക്കാർ ഈ ഫിനാൻസ് കമ്പനി എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു സംശയം നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഈ സംഭവത്തിൻ്റെ ഒരു അനലൈസിങ് നമുക്ക് നടത്താം, അതെങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു 20,000 ഒരു ഫോൺ, നമ്മളൊരു ആമസോണിൽ നമ്മൾ 20,000 ഒരു ഫോൺ വാങ്ങിക്കാൻ നോക്കുന്നു. അതായത് നമുക്കിപ്പോൾ അതിന് ടോട്ടൽ പ്രൈസ് വരുന്നത് 20,000 ആണ്. നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ആമസോൺ ICICI കാർഡ് അത് മോസ്റ്റ്ലി എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതിൻ്റെ കുറച്ച് ഡീറ്റെയിലും അതുപോലെ തന്നെ അതിൻ്റെ അപ്ലൈ പ്രൊസീജിയും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ കിട്ടും. പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ടെങ്കിൽ മോളിലും കൊടുക്കാം. അപ്പോൾ ആക്ച്വലി നമുക്ക് ആമസോൺ ICICI കാർഡിൽ നമുക്ക് നോ കോസ്റ്റ് EMI നമുക്ക് മോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സിനും കിട്ടാറുണ്ട്. അതും 6 മാസം 8 മാസം വരെയൊക്കെ ചില പ്രൊഡക്ട്സ് ഡിപ്പെൻഡ്സ് അപ്പോൾ ദ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ 20,000 പ്രൊഡക്റ്റിന് നമുക്ക് ആക്ച്വലി നമ്മളിപ്പോൾ വിചാരിക്കുക അതിന് നമ്മളൊരു 20,000 നമ്മളൊരു 6 മാസത്തിൻ്റെ EMI ഒക്കെ എടുത്തു വിചാരിക്കുക. അപ്പോൾ 6 മാസം വരുമ്പോൾ നമുക്ക് ഒരു എത്ര വരും, 3,300 സംതിങ് വരും. 3,300 എന്ന് വിചാരിക്കാം, 3,333 സംതിങ് റേഞ്ചിൽ വരും. അപ്പോൾ 3,300 നമുക്ക് ഒരു എന്താ പറയുക, ഒരു റൗണ്ട് എമൗണ്ട് ആയിട്ട് പറയാം, 3,300 വരുമെന്ന് വിചാരിക്കാം നമുക്ക് അതിൻ്റെ എന്താ പറയുക EMI. അതും നിങ്ങളത് 6 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 20,000 കിട്ടണം. അതായത് 3,333 സംതിങ് റേഞ്ചാണ് വരിക. എന്തായാലും നമ്മൾ അതിൻ്റെ കണക്ക് നോക്കണം. കണക്കിൽ നല്ല ബുദ്ധിയുള്ളതുകൊണ്ട് കറക്റ്റ് എമൗണ്ട് ഞാൻ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരും വിചാരിക്കാം. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് അതിൽ കാണുന്നുണ്ടായിരിക്കും, ഞാൻ ആക്ച്വലി അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് ഞാൻ കൊടുക്കാം, 20,000 അതിൽ ഫോണിൽ ഞാൻ കൊടുക്കാം. അതിൽ വരുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ഒരു 750-760 രൂപ നമുക്ക് എന്തായാലും ഇൻട്രസ്റ്റ് അതിൽ കാണിക്കും. അപ്പോൾ എന്നിട്ട് അടുത്ത പേജിൽ നമുക്ക് കാണിക്കാം, അടുത്ത സൈഡിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ശരിക്കും ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ആക്ച്വലി ആ ഇൻട്രസ്റ്റ് നമുക്ക് ആക്ച്വലി ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് ആമസോൺ തിരിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമറുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് തിരിച്ച് കിട്ടിക്കഴിഞ്ഞു. ബാങ്ക് നമ്മൾ ഓൾറെഡി EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ബാങ്ക് നമ്മുടെ EMI പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് കൂട്ടാണ് EMI പിടിക്കുന്നത്. അപ്പോൾ പക്ഷേ നമ്മുടെ ഒരു ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻട്രസ്റ്റ് എമൗണ്ട് ഓൾറെഡി റീഫണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആക്ച്വലി കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ആക്ച്വലി നമുക്ക് ആ ഇൻട്രസ്റ്റ് നമുക്ക് ആക്ച്വലി നമ്മളത് പിടിക്കുന്നില്ല. പക്ഷേ ഇതിൽ നോക്കാനുള്ള വേറെ സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഒരു EMI എടുക്കുമ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോൺ EMI എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. നോർമലി ഒരു 1-2% എടുക്കുക. അപ്പോൾ നമ്മുടെ ഓരോ കാർഡ് അനുസരിച്ചിട്ട് അത് മാറാറുണ്ട്. ICICI കാർഡിൻ്റെ ബാങ്ക് കാര്യം പറഞ്ഞാൽ 190-200 രൂപ റേഞ്ചാണ് നമ്മൾ എടുക്കാറ്, അല്ലെങ്കിൽ 150 രൂപ സംതിങ് എടുക്കാറ്. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി കൊടുക്കേണ്ടി വരും. നമ്മൾ EMI കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് തിരിച്ച് കിട്ടിയാലും നോ കോസ്റ്റ് EMI ആയാലും നമ്മളതിന് പ്രോസസ്സിംഗ് ചാർജ് പിടിക്കും. അതും പോരാണ്ട് ആക്ച്വലി പ്രോസസ്സിംഗ് ചാർജ് പ്ലസ് GST പിടിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പ്ലസ് GST പിടിക്കും. ഈ പ്രോസസ്സിംഗ് ചാർജിൻ്റെ കൂടെ നമുക്ക് 200 രൂപ പ്ലസ് GST വരും. അതായത് 18% അതിലും വരും, ഒരു 35 രൂപ സംതിങ് വരും, എക്സ്ട്രാ വരും. പോരാത്തതിന് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ബാങ്ക് പിടിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ആമസോൺ തിരിച്ചു തന്നതാണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റിലും GST വരും. അതായത് നമുക്ക് 790-754 സംതിങ് റേഞ്ചിൽ വരുന്നതിൻ്റെ ഒരു 15% ഇൻട്രസ്റ്റ് എക്സ്ട്രാ വരും. അതായത് ഒരു 130-150 സംതിങ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലി നമ്മൾ ഈ നോ കോസ്റ്റ് EMI ബില്ലടച്ച് കഴിയുമ്പോൾ, അതായത് 6 മാസം EMI എടുത്ത് നമ്മൾ 20,000 രൂപയുടെ സംഭവം അടച്ച് കഴിയുമ്പോൾ നമ്മുടെ എക്സ്ട്രാ കാശ് പോകുന്നത് ഈ പ്രോസസ്സിംഗ് ചാർജ് പ്ലസ് GSTയും അതുപോലെ തന്നെ ഈ ഇൻട്രസ്റ്റിൽ GST വരുന്നതും ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. നോർമലി ഒരു 350-400 രൂപ പോകുന്നു വിചാരിക്കും.
2000 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഹിഡൻ ചാർജുകൾ. അപ്പോൾ ഇത് ആക്ച്വലി ഹിഡൻ ചാർജുകളുടെ കാര്യം ബാങ്ക് കാര്യങ്ങളൊന്നും പറയില്ല, നമുക്ക് നോ കോസ്റ്റ് EMI എല്ലാത്തിനും പരസ്യം കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആക്ച്വലി ഈ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അത് പക്ഷേ വാരിയിങ് ആണ്. ഇപ്പോൾ നമ്മൾ 6 മാസം EMIൻ്റെ കാര്യം പറഞ്ഞു, അത് 3 മാസമാണെങ്കിൽ നമ്മുടെ ആക്ച്വലി ഈ പ്രൈസ് കുറയും. പക്ഷേ കൂടുതലാണെങ്കിലോ 12 മാസമാണെങ്കിലോ ഈ എമൗണ്ട് കൂടും. അത് നമ്മുടെ ഈ EMIയുടെ ടെൻഷൻ അനുസരിച്ച് നമുക്ക് ഈ സംഭവം കൂടും കേട്ടോ. അപ്പോൾ അത് വാരിയിങ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു ഹിഡൻ ചാർജുകളുടെ ഡീറ്റെയിൽ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി അടുത്ത പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ബാങ്കിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഇത് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ ആക്ച്വലി ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ 20,000 രൂപ ഒരു ഫോൺ, അതായത് ഇപ്പോൾ കുറേ പേരുടെ കയ്യിൽ ചിലപ്പോൾ 20,000 രൂപ ഉണ്ടായിരിക്കില്ല, ആളുടെ കയ്യിൽ ചിലപ്പോൾ ഒരു 10,000 രൂപയുടെ ഫോണൊക്കെ ആയിരിക്കും വാങ്ങിക്കാറ്. അപ്പോൾ ഈ കമ്പനികളിൽ ഇവരുടെ സെയിൽസ് കൂടാൻ എന്താ ചെയ്യുക, ഓഫേഴ്സായിട്ട് അതായത് ലെൻഡിങ് പാർട്ണറായിട്ട് അല്ലെങ്കിൽ ബാങ്കായിട്ട് സംസാരിച്ചിട്ട് ഒരു ഡീലെത്തും. ഇങ്ങനെ നിങ്ങൾ കാർഡുള്ളവർക്ക് ഇങ്ങനെ ഒരു ഓഫറോ അല്ലെങ്കിൽ ബജാജ് EMI കാർഡുള്ളവർക്ക് ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് സെയിൽ കൂടും. അതാണ് ഇവരുടെ ലാഭം കമ്പനിയുടെ. പക്ഷേ ബാങ്കിൻ്റെ ലാഭം എന്ന് വെച്ചാൽ ഈ സെയിൽസ് കൂടുന്നതനുസരിച്ച് ഒരു ക്യാപ്പിംഗ് കൊടുക്കും, ഒരു 5% കമ്മീഷനോ അങ്ങനെ ആയിട്ട് നമ്മുടെ ബാങ്കിന് കൊടുക്കും. അപ്പോൾ ബാങ്ക് ഈ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഈ കാർഡുള്ളവർക്ക് ഇങ്ങനൊരു ഓഫർ കൊടുക്കും. അപ്പോൾ എല്ലാ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ലാഭമായിട്ടാണ് വരിക. പക്ഷേ ലാഭം എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടെന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ കസ്റ്റമർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 20,000 രൂപ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റാത്തവർക്ക് വാങ്ങിക്കാം, അതൊരു ലാഭമാണ്. എക്സ്ട്രാ നമ്മൾ ചെറുതായിട്ടൊരു എമൗണ്ട് കൊടുക്കണം വരുന്നാലും. പിന്നെ കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ഒരു ആമസോൺ പോലത്തെ ഒരു കമ്പനിയുടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചിലവ് കൂടും, സെയിൽസ് കൂടും. ബാങ്കിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിന് പ്രോസസ്സിംഗ് ചാർജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പനി കൊടുക്കുന്ന കമ്മീഷനും കിട്ടുന്നുണ്ട്. 5% മോസ്റ്റ്ലി കിട്ടുക. അതായത് നിങ്ങളൊരു 1,00,000 പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മോസ്റ്റ്ലി 95,000 ആയിരിക്കും നമ്മുടെ എന്താ പറയുക ബാങ്ക് ആമസോൺ കൊടുക്കുക, ബാക്കി 7 രൂപ ബാങ്കിൻ്റെ ലാഭമാണ്. അങ്ങനെയൊക്കെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നോ കോസ്റ്റ് EMI എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ലതാണോ പൊട്ടയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതുമാണ്, പൊട്ടയാണെന്ന് ഫുള്ളി പറയാനും പറ്റില്ല. അങ്ങനെയാണ് സ്ഥിതി ആക്ച്വലി. എന്ന് വെച്ചാൽ വലിയ ഹ്യൂജ് എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ലെങ്കിലും ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഹിഡൻ ചാർജുകൾ പോകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 20,000 രൂപയിൽ നമ്മളൊരു 400 രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് എനിക്ക് തോന്നുന്നു ഒരു 60-70% ആൾക്കാർക്കും വലിയ പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മുകളിലുള്ളവർക്ക് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. അങ്ങനെ ഡിപ്പെൻഡ്സ് അപ്പോൾ ഇൻഡിവിജ്വലി തന്നെയാണ്. പക്ഷേ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ 50,000 രൂപ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റാത്തവർക്കും ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഓഫർ ഉള്ളതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റും. അതായത് അവർക്ക് ഇത് ഇങ്ങനത്തെ ഈ ഹൈ കോസ്റ്റ്ലിയുള്ള സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അതിൻ്റെ വേറെ പ്ലസ് പോയിൻ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൻ്റെ ഇത് കൂടും, അതായത് സെയിൽസ് കൂടും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ആക്ച്വലി ഉണ്ടാക്കിക്കുന്നത് ഈ കമ്പനിയും ബാങ്കും കൂടിയിട്ടാണ്. കസ്റ്റമർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലസും മൈനസും ആണെന്ന് പറയാം. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 75% പ്ലസും ബാക്കി വേണമെങ്കിൽ മൈനസെന്നും പറയാം, അതായത് എക്സ്ട്രാ ചാർജ് പിടിക്കുന്നത് കൊണ്ട് തന്നെ. പക്ഷേ എൻ്റെ ബജാജ് EMI കാർഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവർ ആക്ച്വലി ആദ്യം പ്രസൻറ്റ് ചാർജും പിടിക്കുന്നത് നല്ലിട്ടാ. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലം തുടങ്ങി, മുമ്പ് തൊട്ടാണ് ഒരു പ്രസൻറ്റ് ചാർജ് പിടിച്ചു തുടങ്ങിയത്. ബജാജിൻ്റെ വരുന്നത് എനിക്ക് തോന്നുന്നു 157 രൂപയാണ് ഇപ്പോൾ പ്രസൻറ്റ് ചാർജ് എക്സ്ട്രാ എടുക്കുന്നത് കേട്ടോ. പിന്നെ അത് ഓരോ ബാങ്ക് വാരിയിങ് ആണ്. ഇപ്പോൾ SBI ആണെങ്കിൽ 95 രൂപ പ്ലസ് GST ആണ്. അത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കൂടുന്നതനുസരിച്ചും ഇത് വാരിയിങ് ആണ്. എല്ലാ ബാങ്കും എടുക്കുന്നുണ്ട്. മോസ്റ്റ്ലി ആദ്യമൊന്നും ആമസോൺ ICICI കാർഡോ അല്ലെങ്കിൽ RBL കാർഡൊന്നും പ്രസൻറ്റ് ചാർജ് എടുക്കുന്നതല്ല, അതായത് പ്രത്യേകിച്ച് നമ്മൾ ഡയറക്റ്റ് EMI എടുക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ എല്ലാം എടുത്ത് തുടങ്ങിയിട്ടാണ്. ഇപ്പോൾ എല്ലാത്തിനും പ്രസൻറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞ സംഭവം ഫുള്ളായിട്ട് വരുന്നത്. കസ്റ്റമർ സൈഡിൽ നിന്നും അതുപോലെ തന്നെ സെല്ലറിൻ്റെ സൈഡിൽ നിന്നും ബാങ്കിൻ്റെ സൈഡിൽ നിന്നും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആക്ച്വലി നോ കോസ്റ്റ് EMI. നിങ്ങൾക്ക് എന്തായാലും സംശയം എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടെ, നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാം. ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്താലും ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.